നമ്മളങ്ങനെ ഇന്ന് ചാവക്കാടുള്ള മറൈൻ അക്വാ വേൾഡ് കാണാൻ പോകാം കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു സുന്ദരിയായ മത്സ്യകന്യകയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇരട്ടി വലിപ്പം വരുന്ന ഭീമൻ മത്സ്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതേക്കടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല അരാപ്പയ്മ ഇനത്തിൽപ്പെട്ട മീനുകളാണ്, ഭീമൻ മത്സ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ നീന്തി തുടിക്കണത് നമ്മുടെ കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന ഒരു ഫീലാട്ടോ നമുക്ക്. അതുപോലെ സ്കൂബ ഡൈവ് ചെയ്യണ ആളുകൾ അവർക്ക് തീറ്റ കൊടുക്കുന്നതും, പിന്നെ അരാപ്പയ്മകൾ ഇങ്ങനെ നിരന്ന് നിന്ന് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാം. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ റെയിൻ ഫോറസ്റ്റ്. അതും ഒരു വെറൈറ്റി വേൾഡ് തന്നെയാണ്. പിന്നെ നമുക്ക് കളർഫുള്ളായിട്ടുള്ള മീനുകളെ നമുക്ക് ഫീഡ് ചെയ്യാം, അവയെ സ്പർശിക്കാം. പിന്നെ അതുപോലെ കളർഫുൾ അടിപൊളി പഞ്ചവർണ്ണ തത്തകളൊക്കെ നമ്മുടെ കൈകളിരുത്തി നമുക്ക് അവരുടെ കുസൃതികളൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം. കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടം. ഈ പഞ്ചവർണ്ണ കിളികളുടെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും അനുഭവങ്ങളായിട്ടുള്ളൊരു നിമിഷങ്ങളാട്ടോ. ഇത് കൂടാതെ ഒരുപാട് അത്ഭുത കാഴ്ചകൾ ഈ മറൈൻ അക്വാ വേൾഡിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഇവിടുത്തെ അത്ഭുത കാഴ്ചകളിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് കാലത്ത് തന്നെ ഗുരുവായൂരടുത്തുള്ള ചാവക്കാടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അവിടെ ചെന്ന ഈ മറൈൻ അക്വാ വേൾഡിൻ്റെ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ കടലിൻ്റെ തീമിൽ ഇതിൻ്റെ വാളിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമന കാഴ്ചകളാട്ടോ. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇത് ഈ തീമിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ മറൈൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബീച്ച് ഹട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, തൊട്ടടുത്ത് തന്നെ 16D സിനിമ കാണാം നമുക്ക്, അതുപോലെ തന്നെ ഹൊറർ ഹൗസ്, മിറർ മേസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഈ പക്ഷികൾ, കളർഫുള്ളായിട്ടുള്ള പക്ഷികളും ഈ തത്തമ്മകളും പാരറ്റ് സംഭവങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. വി ലവ് മറൈൻ വേൾഡ് എന്നുള്ള ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അടിപൊളി പ്രീമിയർ പത്മിനിയിലും അതുപോലെ തന്നെ ഒരു ആപ്പ ഓട്ടർഷക്കാർ കളർഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അക്വേറിയം സെറ്റ് ചെയ്തേക്കാണ്. അങ്ങനെയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് തന്നെ. പിന്നെ അവിടുന്ന് കയറി കഴിഞ്ഞാൽ അക്വേറിയങ്ങളുടെ ഒരു അയ്യേറ് കളിയാണ്. പല വെറൈറ്റിയിൽ പല സ്പീഷീസിലുള്ള മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നതാണ് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത്. പല വെറൈറ്റി ഇതുണ്ട്. അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമവും അതിൻ്റെ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ തീമിലാണ് ഈ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഗപ്പി ഇനത്തിലുള്ള ഫിഷുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലഡ് കാലത്ത് ഈ തമിഴന്മാർ ഈ കളർഫുള്ളായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ടുവരില്ലേ, അതുപോലെ മീനുകൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നു അത് കൃത്രിമമായിട്ട് കളർ ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഇതിന് ഒറിജിനൽ ഇത്രയും വെറൈറ്റി കളറിലൊക്കെ ഫിഷുകളുണ്ടോന്ന്. ചിലപ്പോൾ കടലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ഫിഷുകൾ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അത്ര അത്ഭുതം നിറഞ്ഞ സംഭവങ്ങളാണല്ലോ. നമ്മൾ ഈ ജെംസ് മിഠായി മേടിച്ചിട്ട് ഇങ്ങനെ വാരി വെള്ളത്തിലേക്ക് വിതറി പോലെയാണ് ഈ മീനുകളെ കാണുമ്പോൾ കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. അപ്പോൾ അതിങ്ങനെ ഒരു കോട്ടവാളൊക്കെ പോലെ, കോട്ടമതിലൊക്കെ പോലെ ഇതിൻ്റെ അകത്ത് തീം സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഈ മീനുകൾ ഇട്ടത്. അപ്പോൾ ഈ മീനുകളുടെ കളർ ഇങ്ങനെ എടുത്ത് നിൽക്കും. ശരിക്കും ജംസ് മിഠായി എറിഞ്ഞ പോലെയാണ് കേട്ടോ. അല്ലെങ്കിൽ പോപ്പിൻസ് മിഠായി കണ്ടിട്ടില്ലേ, അതേപോലെ അത്രയ്ക്ക് കളർഫുള്ളായിട്ടുള്ള ഫിഷുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീന്തി കിടക്കുന്നത്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തുനിന്ന് പോകില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പില്ലർ വരെ ഇങ്ങനെ അക്വേറിയം കൊണ്ട് കവർ ചെയ്തേക്കാണ്, റൗണ്ട് ഷേപ്പിലൊക്കെ. അതിലൊക്കെ ഇങ്ങനെ മീനുകളിട്ട്, അതായത് നമ്മൾ ചെന്ന് കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചത് കേട്ടോ. പിന്നെ ഈ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള ഗുഹ പോലെ, ഈ വോൾക്കാനോ എന്നൊക്കെ തൂങ്ങിയേറിയിട്ടുള്ള ലാവയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഗുഹകൾ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വാളിലൊക്കെ ഇങ്ങനെ ഓരോതരം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പല വെറൈറ്റിയിലുള്ള ഫിഷുകൾ, പല വലിപ്പത്തിലുള്ള ഫിഷുകൾ ഇങ്ങനെ അക്വേറിയത്തിലും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതും ഈ അക്വേറിയത്തിൽ മാത്രം ലൈറ്റപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇരുട്ടത്താണ്. അപ്പോൾ നമ്മൾ ഇരുട്ടിലൂടെയാണ് നമ്മൾ നടന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ നോട്ടം എവിടേക്ക് ചെന്നാലും ഈ ഫിഷുകളുടെയും അതുപോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന തീമുകളുടെയും രീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുള്ളൂ. ഇവിടെ ഈ അലാവുദ്ദീൻ അത്ഭുത വിളക്കിലെ ജിന്ന് ഇറങ്ങി വരുന്നത് പോലെയും
മുക്കുവാൻ വല വീശുന്നത് പോലെയും അങ്ങനെയുള്ള തീമുകളിലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് പരസ്പരം കാണാൻ പറ്റില്ല. ഈ ഫിഷ് ടാങ്കുകളിലേക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധ പോകുള്ളൂ. ഇത് പണ്ട് കാലത്ത് ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുമ്പോൾ കൂരിക്കൂട്ടമാണെന്ന് തോന്നുന്നു, മഞ്ഞക്കൂരികളുടെ ഒരു കൂട്ടമായിട്ട് തോന്നുന്നത്. എൻ്റെ ശാസ്ത്രീയ നാമൊക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നത് ഭയങ്കര വ്യത്യസ്തമായ രീതിയിലുള്ള പേരൊക്കെയാണ് കണ്ടോ. നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് ഭൂതം ഇറങ്ങി വരുന്ന തീമിൽ, പിന്നെ മത്സ്യകന്യക ഇങ്ങനെ മദാൽദസയായിട്ട് കിടക്കുന്ന സംഭവം, അതിൻ്റെ ഇടയിലൂടെ നീന്തി കിടക്കുന്ന ചെറിയ മത്സ്യങ്ങൾ, രസമുണ്ടോ കാണാനുണ്ട്. ഇത് നമ്മുടെ കരിമീൻ്റെ ഗെറ്റപ്പിലുള്ള ആൾക്കാരാണ്. ഇവരുടെ മുഖം കണ്ടോ, എപ്പോഴും ഒരു സങ്കട ഭാവമാണ് അവർക്ക്. ഇത് നമ്മൾ പിള്ളേരുടെ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഫിഷ് കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഫിഷ് സ്പാ പോലെയുള്ള സംഭവമാണ്. നമ്മുടെ കാലുമ പിടിക്യൂറൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്താണ് നമ്മുടെ ഈ മത്സ്യകന്യകയുടെ സ്കൾപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസം അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫിഷ് സ്പാ, അതായത് നമ്മുടെ കാലുമ, ചെളിയുള്ള കാലുമയാണ് കൂടുതലും ഇന്ന് ഈ മീനുകൾ സക്കർ മീനുകൾ ഇട്ടാണ്. അപ്പോൾ ഈ ഇവരിങ്ങനെ ചെളിയൊക്കെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കാലം ആവശ്യത്തിൽ കൂടുതൽ ചെളിയുള്ളതുകൊണ്ട് ഈറ്റിങ്ങൾ എൻ്റെ കാലിൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ടായില്ല. എല്ലാവരും വന്ന് നമ്മുടെ കാല് ശുദ്ധീകരിച്ച് നല്ല ക്ലീനാക്കി തന്നു കേട്ടോ. ഈ സക്കർ മീനുകളുടെ കൂട്ടത്തിൽ തന്നെ വേറെ വലിയ മീനുകളും ഒക്കെ ഈ ടാങ്കിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇതുക്കൾ നമ്മുടെ കാലുമേന്ന് വേഗം ഓടി രക്ഷപ്പെടും. അതേസമയം നമ്മുടെ കാല് എത്ര വലിപ്പമുണ്ടെങ്കിലും ആ മീനുകളോടുള്ള പേടി നമ്മുടെ കാലിനോടില്ല. നമ്മുടെ കാലുകളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ വന്ന് ശരിക്കും നമ്മുടെ കാൽമേലുള്ള അഴുക്ക് തന്നെയായിരിക്കും ഇവരുടെ ഭക്ഷണമെന്ന് തോന്നുന്നു. ഇവർ വന്ന് നമ്മളെ ഇക്കിളിയാക്കി ഭയങ്കര ഫീലാണ്. കാല് ഇങ്ങനെ ഇക്കിളിയുള്ളവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ മകൾ അവിടെ ഇരുന്നിട്ട് അവൾക്കത് ഒട്ടും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞ് അതൊക്കെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനമുണ്ട്. അപ്പം നമുക്ക് പുറത്ത് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്കടെ നമ്മുടെ ആളുകൾ അപ്പുറത്തേക്കടെ കാണാവുന്ന രീതിയിൽ, അതായത് അക്വേറിയത്തിൻ്റെ അകത്ത് നിന്ന് കാണുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ രീതിയിലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പല വെറൈറ്റിയിലുള്ള മീനുകളാണ്. കടലിൻ്റെ അടിത്തട്ടിലുള്ള നമ്മളിതുവരെ കാണാത്ത വ്യത്യസ്തമായ ഡിസൈനിലും രൂപത്തിലൊക്കെ ഉള്ള മീനാണ്. ഇതൊരു സക്കർ ഇനത്തിൽപ്പെട്ട ഒരു മീനാണ് കേട്ടോ. എൻ്റെ ചുണ്ടിൻ്റെ പോർഷനൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ പോകുന്നത് നേരെ ഒരു മഞ്ഞുപാളിയൊക്കെ ഉള്ള ഒരു സ്ഥലം പോലെ, ഈ പെൻഗിനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ പോലെയാണ്. സ്നോ ഏരിയ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. ഇത് ഒറിജിനൽ സംഭവം തന്നെ വെറുതെ കൃത്രിമമായിട്ട് ചെയ്ത് വെച്ചിട്ട് AC ഇട്ടേക്കാണ്. അപ്പോൾ AC ഇടുമ്പോൾ നമുക്ക് തണുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മഞ്ഞ് പ്രദേശത്ത് എന്നൊരു ഫീൽ കിട്ടുമല്ലോ. അങ്ങനെ പല തീമിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നത് കേട്ടോ. ഇവിടെയും ഈ സക്കർ ഫിഷാണ് കൂടുതലും. പിന്നെ പെൻഗിനുകളുടെ കുറേ സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന അന്റാർട്ടിക്ക പോലത്തെ ഒരു പ്രദേശമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ സംഭവമൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ അവിടുത്തെ എൻട്രൻസൊക്കെ ഈ തീമിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്രാവിൻ്റെ വായക്കടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു സ്രാവിൻ്റെ വായയിൽ നിൽക്കുന്ന പോലെയാണ്. അവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് റെയിൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഈ ഫോസിൽ പോലെ നമ്മുടെ ഈ പഴയ ദിനോസറിൻ്റെയൊക്കെ സ്കെലിറ്റൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര രസം കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ തീം അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഐഡിയ കൊള്ളാം. നമുക്ക് ഒരു വട്ടം ഒന്ന് പോയി കാണാനുള്ള സംഭവമുണ്ട് കേട്ടോ. അവിടുന്ന് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ അവിടേക്കാണ് കേട്ടോ. റെയിൻ ഫോറസ്റ്റ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അടിയിൽ വെള്ളത്തിൽ ഈ ബ്ലാക്ക് കളറിലുള്ള ഫിഷാണ്. അതിൻ്റെ കൂടെ കൃത്രിമമായിട്ട് 2-3 മരങ്ങൾ നിൽക്കുന്നത്. ആ മരങ്ങളൊക്കെ നല്ല പച്ചിലയും കാര്യങ്ങളൊക്കെ ഈ ചൈനീസ് ലീഫ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണം. ഒറിജിനൽ തോൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരിക്കും ഇങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കൊരു മഴക്കാടിൽ നിൽക്കണ ഒരു ഫീല് അവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ആ തീമൊക്കെ. അവിടെ നേരെ പിന്നെ കളർഫുള്ളായിട്ടുള്ള ഗ്ലാസ്സുകളിൽ കുറേ വെള്ളമൊക്കെ നിറച്ചിട്ടുള്ള ആ ഒരു തീമിലിരിക്കുന്ന ഒരു എൻട്രൻസിൽ നമ്മൾ അടുത്ത അക്വേറിയം സെക്ഷനിലേക്ക് വേണം. ഇനി ഉള്ള അക്വേറിയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ്. നമ്മൾ ഇത്രയും നേരം കണ്ട കൊച്ച് അല്ലെങ്കിൽ ചെറിയ അക്വേറിയങ്ങൾ കൊച്ചു മീനുകളൊന്നുമല്ല. ഇനി കുറച്ചുകൂടി സൈസ് കൂടിയ നമ്മൾ കണ്ട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സാധാരണ നമ്മൾ ഈ അക്വേറിയം ഷോയിലൊക്കെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ബൃഹത്തായിട്ടുള്ള അക്വേറിയങ്ങളും മീനുകളും വെറൈറ്റി സ്പീഷീസിലുള്ള കടൽ ജീവികളെയൊക്കെ ആയിട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്.
അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ വെയിൽസോ സ്രാവോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മീതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന തീമിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചില അത്ഭുതങ്ങളൊക്കെ അവരവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നേക്കാളും വിഷ്വലി ബ്യൂട്ടിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ. വീഡിയോയിൽ അത്രയും അതിൻ്റെ ഒരു ഭീകരത കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ കണ്ടോ സ്രാവുകളുടെ ഇനത്തിൽപ്പെട്ട മീനുകളൊക്കെ അവർ കൃത്രിമയിൽ അക്വേറിയത്തിലാക്കി നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ചെറിയ ഫിഷുകളും ഉണ്ട്. അതിൻ്റെ കൂടെ റെഡ് ചമേലിയൻ ഇണ ചേരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഒരു തീവ്. അത് നല്ല രസമായിട്ടുണ്ട്. ആ ശില്പം സ്കൾപ്ചർ ചെയ്തത് ഗംഭീരമായിട്ടുണ്ട്. ഈ മീനുകളുടെയൊക്കെ ശാസ്ത്രീയ നാമവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള അക്വേറിയങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മൂളിക്കടെ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലേക്കുള്ള ഗ്ലാസ് വ്യൂ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഗ്ലാസ് വ്യൂ കാണാൻ, നമുക്ക് ഉയരമുള്ളവർക്ക് മൂളിക്കടെ അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവലിലും നമുക്ക് ഈ ഫിഷുകളെ കാണാവുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. പല പല തീമിലാണ് കേട്ടോ ഇവിടെ ഫിഷ് ടാങ്കുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ ഫറോ ടീമുകൾ, ഈജിപ്ഷ്യൻ ഇതിൻ്റെയൊക്കെ രീതിയിൽ, പിന്നെ കുറേ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്കൾപ്ചർ വർക്ക് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഉണ്ടോ സ്രാവിനെത്തിപ്പെട്ട ഫിഷുകളാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടോ തെരണ്ടിയുടെ വേറെ രൂപത്തിലുള്ളൊരു സംഭവം കണ്ടോ, ഒരു ഡിസൈൻ ടൈപ്പ് ബ്ലാക്ക് ഇതിലിങ്ങനെ പുള്ളിക്കുത്തൊക്കെ ടൈപ്പ് തെരണ്ടികൾ. ഒരുപാട് സ്ഥലം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ കുറേ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഹൊറർ രീതിയിലുള്ളൊരു തീമാണ് ഇവിടെ. ഒരു അസ്ഥിക്കുടത്തിൻ്റെ വായിൽ റെഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുമ്പിലുള്ള ജലാശയത്തിൽ സ്രാവുകളെ വളർത്തുന്നതാണ് ഇവിടെ കാണുന്നത്. കൊമ്പനാണ് ഇവിടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് കേട്ടോ. ഇതിലെ പള്ളത്തിനെത്തിപ്പെട്ട ഒരു മീനാണെന്ന് തോന്നുന്നു. അത് ഇതിൻ്റെ കാഴ്ചകൾ ഒരു ഗംഭീര അനുഭവം തന്നെ കേട്ടോ. കണ്ടോ ഈജിപ്ഷ്യൻ ഫറോൻ്റെ ഷേപ്പിലുള്ള മറ്റേ ശില്പങ്ങളും കാര്യങ്ങളും കുറേ സംഭവങ്ങളൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കര. അപ്പോൾ വൈറ്റ് ഫിഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു ഗ്രീനിഷ് ടൈപ്പിലുള്ള അത് കിട്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തേക്കണം. ഈ മീനുകളൊക്കെ കണ്ടിട്ടില്ലേ ഫോട്ടോയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള മീനുകളാണ് അതൊക്കെ. ഈ തവള കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിട ഒരു സ്കൾപ്ചറാണ്. അതിൻ്റെ ഇടയിലൂടെ ജീവനുള്ള നല്ല അടിപൊളി ഫിഷും നീന്തി നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചെറിയ ഫിഷുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കുട്ടികളൊക്കെ ആസ്വാദനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെരണ്ടി മറ്റേ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പുള്ളിക്കുത്തുള്ള സാരി പോലത്തെ ഡിസൈനുള്ള തെരണ്ടിയൊക്കെ ഉണ്ടോ ഇവിടെ ഒഴുകി കിടക്കുന്നത്. അവർ നീന്തുന്ന രീതി ഉണ്ടോ, ഇതിൻ്റെ വെള്ളത്തിക്കട ഇങ്ങനെ പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അപ്പോൾ ഈ ചെറിയ മീനുകളുടെ കാഴ്ചകൾ ഇതിവിടെ തീരാണ് കേട്ടോ. അത് ഇവിടെ മറ്റേ നീരാളി ഒക്ടോപ്പസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വലിയ കൊമ്പന്മാരുടെ അടുത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. ഒരു പാമ്പിൻ്റെ വായിൽ നിന്നാണ് ഈ വെള്ളം ചീറ്റി വന്നെ കേട്ടോ, ഒറിജിനലല്ല. അപ്പോൾ നമ്മളിനി നമ്മളോളം വലിപ്പമുള്ള മീനുകളെയാണ് ഇനിയും കാണാൻ പോകുന്നത്. ഒരാൾ രണ്ടാൾ വലിപ്പമുള്ള മീനുകളുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മളീ പോണത്. ഒരു ചെറിയ ദിനോസറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ അക്വേറിയങ്ങളുടെ ഏറ്റവും ഭീകരമായ ഒരു വശത്തേക്ക് വന്നേക്കാം കേട്ടോ. ഈ സൈഡിൽ നിന്ന് കാണുന്ന മീനുകളൊക്കെ ഉണ്ടോ, ഈ അരാപ്പയ്മകൾ, ഈ ഇതൊക്കെ നമ്മളെക്കാൾ 12 അടി നീളം വരെ വരുന്നൊരു ഫിഷാണ്. ഇതിൽ പലതിനും 12 അടിയോളം വലിപ്പമുണ്ട്. നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഫിഷുകളാണ്. ഈ വലിയ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഗുഹ പോലെ കേട്ടോ സെറ്റ് ചെയ്തിട്ട് നമ്മളതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മൂളിക്കട, അതായത് വെള്ളം നമ്മുടെ മൂളിക്കട ഗ്ലാസ് ടോപ്പിക്കട വെള്ളം ഇങ്ങനെ കിടക്കും. അതിലൂടെയൊക്കെ ഈ ഭീമൻ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി കിടക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഒരു ആസ്വാദനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ തുടക്കം ഒരു ചെറിയ ചെറിയ അക്വേറിയങ്ങളും കാര്യങ്ങളും ഫിഷ് സ്പായും കാര്യങ്ങളൊക്കെ കണ്ടു വന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ അതായത് നമ്മുടെ 2 ഇരട്ടി വലിപ്പമുള്ള മീനുകൾ നമ്മുടെ മുകളിൽ ഇങ്ങനെ നീന്തി തുടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കര ഒരു അനുഭവമാണ് അത്.
അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. എന്തായാലും കൊടുത്ത കാശ് മുതലാവുന്ന ഒരു സംഭവം തന്നെ ഉണ്ടോ. ഇവിടെ ഈ അരാപ്പയ്മകളെയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. അതിന് മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഇവരത്ര ഒരു അഗ്രസീവായിട്ടുള്ള ഫിഷുകളല്ല. ഇവിടെ സ്രാവ് ഇനത്തിൽപ്പെട്ട മീനുകളൊക്കെ ചിലപ്പോൾ ഈ ഗ്ലാസ് ഈ സ്ട്രോങ് പോരായിരിക്കും. അപ്പോൾ ഇവർ അത്ര അഗ്രസീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഇവർ പാവത്താന്മാരായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇവരിട്ടേണത്. ഇവർ കാര്യം മീനുകളെയൊക്കെ തന്നെയാണ് ഭക്ഷിക്കുന്നത്, പക്ഷേ മറ്റു മനുഷ്യരെയൊന്നും ആക്രമിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും അതിനവർക്ക് ഭക്ഷണം കൊടുക്കാനും എപ്പോഴും ഈ ടാങ്ക് ഇത് വെക്കാനൊക്കെ അവരിവിടെ കൂടെ നീന്തി നടക്കുന്നുണ്ട്, ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫിഷുകളൊന്നും വലിപ്പം കൊണ്ട് നമ്മളെക്കാളും വലുതാണെങ്കിലും അഗ്രസീവ് അല്ലാത്ത മീനുകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആരും ഇവിടെ വന്നാൽ പിന്നെ പോവില്ല. ഇവിടെ വന്നാൽ പിന്നെ ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന ആളെ കൂടി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും വലിയ മീനുകളുടെ ഒപ്പം പുള്ളി നീന്തി കിടക്കണാണുമ്പേ, ഒന്നില്ലെങ്കിലും ഒരു മനുഷ്യനാണല്ലോ, മനുഷ്യൻ ഇത്രയും വലിയ മീനുകളുടെ ഒപ്പം നീന്തി കിടക്കണാണുമ്പോൾ അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. പിന്നെ പുള്ളി നമ്മളെ വിഷ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൈകളിൽ വന്ന് പുള്ളി ടച്ചൊക്കെ ചെയ്യും. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഒരു അത്ഭുത കാഴ്ചയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ മീനിൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് തലയുടെ മുകളിൽ ഇങ്ങനെ നീന്തി കിടക്കുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ള ഒരു സംഭവം കേട്ടോ. ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത്. കണ്ടപ്പോൾ എല്ലാവരും ആ ചേട്ടനെ ഉണ്ടോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി മറ്റേ ഓക്സിജൻ മാസ്കും കാര്യങ്ങളും വെക്കുന്നതോടുകൂടി പുള്ളി ഒരു അന്യഗ്രഹ ജീവിയുടെ പോലെയാണ് എല്ലാവരും പുള്ളീനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി മറ്റേ സ്വിം ചെയ്യാനായിട്ട് കാലുമ്പോൾ മറ്റേ ഈ താറാവുകളുടെ ഇതുപോലത്തെ ഫ്ലൈയിങ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വിം ചെയ്ത് നമ്മുടെ അടുത്തേക്കൊക്കെ വരും കേട്ടോ. കണ്ടോ, ഈ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് കുട്ടികളെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ടച്ചൊക്കെ ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും എല്ലാവർക്കും ഇത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം കേട്ടോ. കാരണം അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാണല്ലോ. എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ വലിയ ബ്ലൂ വെയിലിൻ്റെ ഒരു സ്കൾപ്ചർ ഉണ്ട്, ഞണ്ടിൻ്റെ സ്കൾപ്ചർ, കരിമീൻ്റെ സ്കൾപ്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൂടാതെ ഇവിടെ വലിയൊരു ടാങ്കിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഫിഷുകൾ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി അവർ വളർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീറ്റ കിട്ടും. ആ തീറ്റ നമ്മൾ എടുത്തിട്ട് ഈ ഫിഷുകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൈമേലേക്ക് കയറി ഒരു വീറ്റുകൾ ഭയങ്കര ഇവർക്ക് ഒട്ടും പേടിയില്ല. മീനുകൾക്ക് ഈ തീറ്റ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ടച്ച് ചെയ്യും. അത് ഭയങ്കര ഒരു ഫീലാണത്. പിന്നെ ചെറിയ പിള്ളേർക്കൊക്കെ മീൻ പിടിച്ച് കളിക്കാമെന്നുള്ളൊരു സെറ്റപ്പിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ചെറിയ ചെറിയ പൈസകൾ സെപ്പറേറ്റ് നമ്മൾ അത് അക്വേറിയം കാണാൻ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ കൂടാതെ വേറെ ടിക്കറ്റുകളൊക്കെ എടുക്കണുണ്ടോ. പിന്നെ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 16D സിനിമ, മിറർ മേസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഈ പഞ്ചവർണ്ണ കിളികളുടെ കൂട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കൈകളിലും മേത്തും തലയിലൊക്കെ വന്നിരിക്കുന്ന ഒരു അനുഭവം, അതും വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കുട്ടികളെയൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടൊന്ന് കാണിക്കേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മൾക്കായാലും ഇത്ര അടുത്ത് ഇവരോടൊക്കെ ഇടപഴകാൻ സാധിക്കുന്നത് ഇത്ര ഇണക്കമുള്ള ഈ കിളികളെ. കാരണം ഇവരിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആളുകളെ, അതുകൊണ്ട് ഇവർക്കൊരു പേടിയില്ല. ഈ തീറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ ധൈര്യമായിട്ട് വന്നിരിക്കും കേട്ടോ. ഇതിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ, അടുത്തിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. കാരണം അത്രയ്ക്ക് സൗന്ദര്യമുള്ളോ, അത്രയും പല നിറത്തിൽ മഞ്ഞ, ചുവപ്പ്, പച്ച, അങ്ങനെ പല കളറിൽ ലയിച്ചിട്ടുള്ളതാണ് ഇവരുടെ ശരീരത്തിലെ തൂവലുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവരെ നോക്കി നിന്നാലും നമുക്ക് ഒരു ബോറടിക്കില്ല എന്നുള്ളതാണ്. എന്തോരം നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രസമാണ്. പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോൾക്കൊക്കെ നല്ല പേടിയാണ് തീറ്റികളെ. ഇപ്പോഴും പേടിക്കുറവൊന്നുമില്ല, പക്ഷേ ഇവർ കളിക്കുന്നതും പിടിക്കുന്നതൊക്കെ വേണ്ടോ പേടിച്ച് പോയാണ്. ഇവരുടെ തല്ലുകൊടുത്തും ആ കുസൃതിയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ആ പേടി അപ്പോൾ വന്നെങ്കിലും പിന്നെ ഇവർ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഇവരോട് ഒരു ഇഷ്ടം തോന്നും. നമുക്ക് പെറ്റായിട്ട് നമുക്ക് ഇതുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മേടിച്ചുകൊണ്ടാന്ന് തോന്നും. അപ്പം നമ്മുടെ വെച്ചുകൊണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ തന്നെ 2 ക്ലീനെ മേടിക്കണമെന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടം തോന്നും ഇവരോട്. അതുപോലെ ഉണ്ട് അവർ ഇണക്കമുള്ള കിളികളാണത്.
ഇത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറായിട്ട് വരും കേട്ടോ. ചാവക്കാട് പഞ്ചവടി എന്ന് പറയുന്ന കടൽ തീരത്തിനോട് ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം. അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇത് കൂടാതെ ഉണ്ട് കേട്ടോ. നമുക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അക്വേറിയം ഈ കിളികളുടെ സംഭവമാണ്. അത് കൂടാതെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അമ്യൂസ്മെൻറ്റ് തീം പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ ജീപ്പ്, ചെറിയ 4 വീലർ ബൈക്കുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഫുൾ ഡേ എൻഗേജ് ആയിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് വന്നാൽ ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ 1 ഡേ ട്രിപ്പ് ഏതാണ്ട് അടിപൊളിയായിട്ട് അവസാനിക്കുകയാണ്. ഇനി ഇവിടെ പുറത്ത് കുറേ സ്കൾപ്ചറും കാര്യങ്ങളും പിന്നെ വേറെ കുറേ ചെറിയ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മലമ്പാമ്പ്, ഊന്ത്, ഇഗ്വാന, അങ്ങനെ പല വെറൈറ്റിപ്പെട്ട പക്ഷിമൃഗാദികൾ വേറെയുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്നുള്ളൂ. ഈ പക്ഷികളെ മാത്രമാണ് നമ്മൾ കൈകളിലൊക്കെ എടുത്ത് താലോലിച്ചുള്ളൂ. കാരണം അവിടെ മറ്റുള്ള കുറേ ആൾക്കാർ മലമ്പാമ്പിൻ്റെയും പൈതൺ സംഭവങ്ങളൊക്കെ എടുത്ത് കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണ്ടായി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഇഗ്വാന, അതുപോലെ തന്നെ ചെറിയ ഇനത്തിൽപ്പെട്ട ജീവികൾ, പിന്നെ മലമ്പാമ്പ്, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ മേത്തേറ്റ് നമുക്ക് ചെറിയ അറപ്പ് പോലെയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തില്ല. അതിനുശേഷം നമ്മൾ നേരെ കണ്ടോ ഈ നെറ്റിപ്പട്ടം കെട്ടി തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന ആനകളെ പോലെ ഉണ്ട് ഈ അരാപ്പയ്മകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഭീമൻ ഫിഷുകളാണ്. അപ്പോൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ നമുക്ക് ഇങ്ങനെ ചെറിയ ഫിഷുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാം. അപ്പോൾ ഇവരിങ്ങനെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര രസം, വളരെ ശാന്ത സ്വരൂപരായിട്ട് കിടക്കണുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിരന്ന് നിൽക്കണതാണ് കേട്ടോ. അവർക്ക് ഈ ഫുഡ് കൊടുക്കുമ്പോൾ ആണ് ഇവർ തനി സ്വഭാവം കാണുന്നത്. ഇവിടെ വെട്ടി പിടിക്കും ഇവർ. അതൊരു പ്രത്യേക രസം കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ ഭീമൻ മത്സ്യങ്ങൾക്കൊക്കെ അന്നദാനമൊക്കെ നടത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരും. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.